ബിഗ് ബോസ് 8 ആരൊക്കെയാ വരാൻ പോകുന്നതെന്ന് അറിഞ്ഞോ കുട്ടികളെ? നോം അറിഞ്ഞിരിക്കണു. നോം ജ്ഞാനദൃഷ്ടിയിൽ കണ്ടിരിക്കണു. നിങ്ങളോടത് പറയാനാ നോം വന്നിരിക്കണേ. എഴുതി വെച്ചോളൂ, ഇവര് തന്നെയാ ബിഗ് ബോസിൽ വരാൻ പോണേ. നോം നിങ്ങളോടിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങള് വിശ്വാസം ആവണമെങ്കിൽ മാത്രം നോമിന്റെ കൂടെ കൂടിയാതീന്നേ. ആരൊക്കെയാണെന്ന് അറിയണ്ടേ? നമ്മുടെ സീസൺ 8 പുലികളായിട്ട് മാറാൻ പോകുന്നവര്. പക്ഷേ ലിസ്റ്റ് ഒക്കെ എന്റെ മനസ്സിൽ ഞാൻ കണ്ടു. എന്നിട്ടും എനിക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല. നമുക്ക് നോക്കാന്നേ. ചിലപ്പോ എലി പുലി ആയാലോ, പുലികള് എലികളോ ആവാറാണല്ലോ പതിവ്. എന്തായാലും നമ്മൾ മുന്നേ പറഞ്ഞിരുന്ന പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നവർ പലരും ഉണ്ട് കേട്ടോ. ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ കുട്ടികളെ? അപ്പൊ ഓടിക്കേറി എന്റെ ചാനലിലോട്ട് ഓടി വായോ. ആദ്യമായിട്ട് വരുന്നവര് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കേ. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ഈ ബി ജ്യോതിഷത്തിന് ഭയങ്കരമായി കരുത്തേകും. അതോടൊപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും പറയൂ കേട്ടോ കുട്ടികളെ. പിന്നെ നിങ്ങൾ യൂട്യൂബിലോ ഈ കാണുന്ന വീഡിയോയില് ഒന്ന് ഹൈപ്പ് കൂടി ചെയ്തേക്കുക. ഇൻസ്റ്റാഗ്രാമിലും FBയിലും ഫോളോയും കൂടി ചെയ്തിരിക്കുക. അപ്പോൾ നോം ഇങ്ങോട്ട് തുടങ്ങുവാണേ. സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാത്തവ മുടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നോം എന്ന് പറയാൻ പോകുന്നതിന് മുന്നേ നോമിന്റെ ജ്ഞാനദൃഷ്ടിയിൽ കണ്ട കുറേ കാഴ്ചകള് നോമിനെ അങ്ങ് ഞെട്ടിപ്പിച്ച് കളഞ്ഞിരിക്കുക. ആരൊക്കെയാണെന്ന് അറിയണ്ടേ? നമ്മുടെ സീസൺ 8 പുലികള്. ആദ്യം നോം ഒരു കുടുക്ക പരിചയപ്പെടുത്താൻ കേട്ടോ. ഇതാണ് നോമിന്റെ കുടുക്ക. നോമിന്റെ പേരെന്താന്ന് അറിയണ്ടേ? അൻസിഫ് എന്നാണ്. അപ്പൊ ഇത് അൻസിഫിന്റെ കുടുക്കാണ് കേട്ടോ. നിങ്ങളുടെ പ്രേക്ഷകർ ഒരാളാണ് ഈ ഒരു പേര് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോ അൻസിഫിന്റെ കുടുക്കകത്ത് ഒത്തിരി പേരുകളുണ്ട്. അപ്പോ എന്റെ ജ്ഞാനദൃഷ്ടിയിൽ നാം കണ്ട പേര്, അതിനകത്ത് പല പേരുകളും ഇതിനകത്ത് നാം ആവാഹിച്ച് വരുത്താൻ പോവാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നോക്കിയിരുന്നോണം. എന്നിട്ട് അത് ആരൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെട്ടാലോ? അപ്പൊ തുടങ്ങാല്ലേ. ഓം ഹ്രീം അനന്തം വാസുകി ശേഷം പത്മനാഭം ചകമ്പലനം. ആദ്യം നോം ഒരു കാർഡ് എടുക്കാൻ പോവാണ്. ആരാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ മത്സരാർത്ഥിയായിട്ട് വരാൻ പോകുന്നത്. ഇതൊരു എക്സ്പെക്ടേഷൻ ലിസ്റ്റ് ആയിട്ട് അങ്ങോട്ട് വെച്ചിരിക്കുക. കൺഫേംഡ് ഇല്ല, എക്സ്പെക്ടേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു കാർഡ് നാം എടുക്കുവാണ് കേട്ടോ. ആദ്യം ഏത് കാർഡ് എടുക്കുക? ഒരു കാർഡ് നോം എടുക്കുക. നോമിനെ ഏത് കാർഡ് വരുന്നത്? ഏത് വേണമെങ്കിലും എടുക്കാം. ഏത് കാർഡ് വേണം? ഒരു കാർഡ് ഞാൻ കണ്ണടച്ചിട്ട് ഒരു കാർഡ് എടുക്കാൻ പോവാണേ. 2 കാർഡായോ? കണ്ണടച്ച് നോം ഒരു കാർഡല്ലേ ഉള്ളൂ. ഒരു കാർഡ് നാം എടുത്തിരിക്കുക. ഈ കാർഡില് ആരാ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാട്ടോ കുട്ടികളെ. കാർഡില് രോഹൻ ലോണ ആട്ടോ കുട്ടികളെ ഇതിനകത്തുള്ളത്. രോഹൻ ലോണ. നമുക്ക് രോഹൻ ലോണ ആരാണെന്ന് നോക്കിയാലോ? രോഹൻ ലോണ ആരാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, രോഹൻ ലോണയുടെ ചിത്രം എൻ്റെ കയ്യിലുണ്ടോ? നോക്കട്ടെ കുട്ടികളെ. അപ്പൊ രോഹൻ ലോണയാണ് നമ്മൾ ആദ്യമായിട്ട് ബിഗ് ബോസ് 8 പ്രതീക്ഷിക്കുന്ന കണ്ടസ്റ്റന്റ്. പ്രഡിക്ഷൻ ലിസ്റ്റ് അല്ല കേട്ടോ കുട്ടികളെ, കൺഫേംഡ് ലിസ്റ്റും അല്ല കേട്ടോ കുട്ടികളെ. ഇതാണ് കേട്ടോ രോഹൻ ലോണ. അപ്പൊ രോഹൻ ലോണയെ നമുക്ക് ബിഗ് ബോസ് 8 പ്രതീക്ഷിക്കാം. എക്സ്പെക്ടേഷൻ ആണ് കേട്ടോ. അടുത്ത് വീണ്ടും നമുക്ക് ഈ കുടുക്ക ഒന്ന് കുടിക്കിയാലോ, അല്ല കറക്കിയാലോ? ഒരെണ്ണം കൂടി കണ്ണടച്ച് നോമം എടുക്കാൻ പോവാ. ഏതോ ആവട്ടെ കേട്ടോ. വീണ്ടും അതേ നിറം തന്നെ കിട്ടിയിരിക്കുന്നു. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയാലോ? ഇതിൽ ആരാണെന്നുള്ളതൊന്ന് നോക്കിയാലോ? എവിടെയോ കുട്ടികളെ? ആരുടെ പേര്? അദ്രിജ പണിക്കർ എന്നാണ് കേട്ടോ കുട്ടികളെ എൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ കണ്ടത്. അതേ പേര് തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആരാ അദ്രിജ പണിക്കർ? നമുക്കൊന്ന് നോക്കിയാലോ? ആരാണാവോ ഇത്? ഇതൊരു ട്രാൻസ്വുമൺ ആണ് കേട്ടോ, അദ്രിജ പണിക്കർ. കൊള്ളാം. ഫോട്ടോ നോക്കട്ടെ. എവിടെയാണ് കുട്ടിയെ? അദ്രിജ. കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അദ്രിജ. നല്ല കഴിവുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു. ട്രാൻസ്വുമൺ ആണ്. നമുക്ക് നോക്കാം. അടുത്ത് മൂന്നാമതായിട്ട് എൻ്റെ മനസ്സിൽ ആരൊക്കെയോ ഇങ്ങനെ വരണുണ്ട്. ഞാനൊന്ന് കുളിക്കട്ടെ. കുടുക്കയൊന്ന് കുളിക്കാം. ഒരു മഞ്ഞ കാർഡ് എടുത്താലോ? ഒരേ കാർഡ് തന്നെ എപ്പോഴും എടുത്താൽ ശരിയാവത്തില്ലല്ലോ അല്ലേ? നോക്കാം. ഈ കാർഡിൽ ആരുടെ പേരായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? വിഘ്നേഷ് വേണു എന്നാണ് കേട്ടോ ഈ കാർഡിലുള്ളത്. ആരാ ഈ വിഘ്നേഷ് വേണു? നമ്മുടെ സ്വന്തം വിക്കി തഗ്. അതെ, വിക്കി തഗ്ഗാണ് ഇതിനകത്തുള്ളത്. വിക്കി തഗ് ആരാണെന്ന് അറിയാത്തവർക്ക് നോം ഒന്ന് പരിചയപ്പെടുത്താം. ആരാ വിക്കി തഗ്? സോഷ്യൽ മീഡിയ ക്രിയേറ്റർ ആണ് കേട്ടോ നമ്മുടെ വിക്കി തഗ്. വിക്കി തഗിന്റെ ചിത്രമൊന്നും നോമിന്റെ കയ്യിലില്ലേ? നോക്കട്ടെ കേട്ടോ. വിക്കി തഗിനെ കിട്ടിയല്ലോ. ഇതാട്ടോ നമ്മുടെ വിക്കി തഗ്. ഇതാ നമ്മുടെ വിക്കി തഗ്. കൊള്ളാട്ടോ കുട്ടിയെ. അപ്പോൾ ഇതും അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുക നമ്മുടെ എക്സ്പെക്ടേഷൻ ലിസ്റ്റിലോട്ട്. അടുത്ത പേര് ആരാണെന്ന് നമുക്കൊന്ന് കുളിക്ക് നോക്കിയാലോ കുട്ടികളെ? ഇനി നമുക്ക് ഇത്ര നേരം എടുക്കാത്ത വേറൊരു കളർ എടുക്കാം. നീല എടുത്താലോ? നീലയിൽ ആരാണെന്ന് നോക്കാം. ഓക്കെ,
റിനിയാൻ ജോർജ്, നമ്മുടെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലെ പ്രശസ്തിയായ ജേർണലിസ്റ്റ്. ആരാ റിനിയാൻ ജോർജ് എന്ന് അറിയണ്ടേ? ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. നിങ്ങൾ പലതവണ അൻസിഫിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ കണ്ടിട്ടുണ്ടാവും. എന്നാലും എക്സ്പെക്ടേഷൻ ലിസ്റ്റിലോട്ട് ഈ കുട്ടി എങ്ങനെ എത്തിയേ? നോക്കാട്ടോ. ദേ കിടക്കണു നമ്മുടെ റിനിയാൻ ജോർജ്. ദേ ഇതാണ് കേട്ടോ റിനി. പൊളിക്കൂ കേട്ടോ. നോക്കാം. നമ്മുടെ അടുത്ത പേര് നമുക്കൊന്ന് കുലുക്കി നോക്കിയാലോ? ഇതിൽ ഒത്തിരി പേരുകളുണ്ടേ. ഏതാ വരുന്നതെന്ന് എനിക്കും അറിയത്തില്ല. നമുക്ക് നോക്കാം. ഇവരൊക്കെ ബിഗ് ബോസിൽ ഉണ്ടാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു കുട്ടികളെ. ഇതിന്ന് നമുക്ക് വീണ്ടും ഒരെണ്ണം കൂടി എടുക്കാട്ടോ. ഏതെങ്കിലും എടുക്കാം. എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല. ഏതെങ്കിലുമൊക്കെ എടുക്കാട്ടോ. കുറേ ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം, അഡ്ജസ്റ്റ് ചെയ്തേക്കണം. കാർഡുകൾ തമ്മിൽ സിദ്ധാർത്ഥ് പ്രഭു ആണ് കേട്ടോ കുട്ടികളെ. സിദ്ധാർത്ഥ് പ്രഭു ആരാന്ന് അറിയാലോ? ആക്സിഡന്റ് ഒക്കെ വന്നതിന് ശേഷം പിന്നീട് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഉപ്പുമുളകിലേക്കൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് പുള്ളിക്കാരൻ. പക്ഷേ പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ ബിഗ് ബോസിലോട്ട് ഇല്ലെന്നാ. പക്ഷെ നമ്മുടെ എക്സ്പെക്ടേഷൻ ലിസ്റ്റിലും എൻ്റെ ജ്ഞാനദൃഷ്ടിയിലും നോമ കണ്ടപ്പോൾ ഈ സിദ്ധാർത്ഥ് പ്രഭു ഉണ്ടെന്നേ. നമുക്ക് കണ്ടാലോ സിദ്ധാർത്ഥ് പ്രഭുവിന്റെ ഫോട്ടോ? ദേ നമ്മുടെ സ്വന്തം തട്ടിമുട്ടിയുമുള്ള സിദ്ധാർത്ഥ് പ്രഭു. കൊള്ളാട്ടോ കുട്ടികളെ. നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാട്ടോ. അടുത്ത പേര് ആരാണെന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ, നമുക്ക് എടുത്ത് നോക്കാം കുട്ടികളെ. അയ്യോ, ഇതെന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു പേരായി പോയല്ലോ കുട്ടികളെ. ശരിക്കും ഞാൻ ഷോക്കായിപ്പോയി. നിങ്ങൾ ഷോക്കായോ? കാണിച്ചു തരാ പേരാണെന്ന്. നമ്മുടെ സോനു നികേഷും ആണത്. ആരാ സോനു നികേഷും എന്ന് അറിയാവോ നിങ്ങൾക്ക്? നമ്മുടെ ഗേ കപ്പിൾസ്. അതെ, കാണിച്ചു തരാം സോനുവിനെ നികേഷിനെ. അതെ വന്നിരിക്കുന്നു. ഈ കുട്ടികളാ കൺഫേംഡ് ആയിരിക്കണത് എൻ്റെ എക്സ്പെക്ടേഷൻ ലിസ്റ്റിൽ. നമുക്ക് നോക്കിയാലോ? കാത്തിരിക്കാട്ടോ. അടുത്ത് നമുക്ക് വീണ്ടും ഒന്നുകൂടി കുലിക്കാലോ? കുലുക്കി. വീണ്ടും നമുക്കൊരു മഞ്ഞക്കാർഡ് കൂടി എടുക്കാം അല്ലേ? ഈ കാർഡ് എടുക്കാട്ടോ. നമുക്ക് ഈ കാർഡിലൂടെ ഇനി ആരാളുള്ളത് നോക്കിയാലോ? നമ്മുടെ മുഹമ്മദ് ആസിഫാണ് കേട്ടോ ഈ കാർഡിലുള്ളത്. ഞാനല്ല, അൻസിഫാണ്. ഇത് ആസിഫാണ് കേട്ടോ. ആസിഫ് ആരാ അറിയാവോ നിങ്ങൾ കുട്ടികളെ? പറഞ്ഞുതരാം. നമ്മുടെ സ്ട്രീമർ ആസിഫ്. എവിടെയാ? ദാ കിടക്കണു. ആസിഫും വരുവാണോ? അപ്പോ എൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ കാണുന്നൊന്നും തെറ്റാറില്ല കേട്ടോ. നമുക്ക് നോക്കാം. ബിഗ് ബോസ് ജ്യോതിഷല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. ആസിഫ് വരുന്നു തോന്നണു. അടുത്ത് നമുക്ക് വീണ്ടും നോക്കാമല്ലോ. ആരാ? ഒന്നുകൂടി നമുക്ക് കുളിക്കാം. കുളിക്ക് നമുക്കൊരു 15 തവണ കുളിക്കാം അല്ലേ? 15 തവണ നമുക്ക് കുളിക്കാം. അതിൽ കൂടുതലൊന്നും നമുക്ക് കുളിക്കണ്ട. 15 പേരുകൾ മതി. കാരണം ഇത്തവണ കോമണേഴ്സ് ഒക്കെ അല്ലേ. അപ്പൊ നമുക്ക് 15 പേരുടെ ആവശ്യമുള്ളൂ. നമുക്ക് നോക്കിയാലോ ഇതിനകത്ത് ആരുടെ പേരാണെന്ന്. നമ്മുടെ സ്വന്തം ഫസ്മിന സക്കീർ. ഫസ്മിനയാണോ? കൊള്ളാട്ടോ കുട്ടികളെ. ഫസ്മിന എവിടെയാ? നോക്കട്ടെ. ദേ കിടക്കണു. നമ്മുടെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഫസ്മിനയാണ് എക്സ്പെക്ടേഷൻ ലിസ്റ്റിലുള്ളത്. നോമിന്റെ പ്രവചനം തെറ്റോ ഇല്ലേന്ന് ബിഗ് ബോസ് തുടങ്ങുമ്പോൾ നമുക്ക് കാണാം അല്ലേ? അടുത്ത് വീണ്ടും നമുക്ക് ഒന്നുകൂടെ കുടിക്കാലോ. വീണ്ടും ഈ മടങ്ങി കിടക്കുന്ന കാർഡ് എടുത്ത് നോക്കാം. ഒരു പക്ഷെ ഈ കാർഡിൽ ഭാഗ്യം ഉണ്ടെങ്കിലോ? ഭാഗ്യം ഉണ്ടാവാതെ ഇരിക്കത്തില്ല. രാഹുൽ ഈശ്വരോ? എൻ്റെ ഈശ്വരോ, ഇതെന്തുവാ ഇത് ഈ കാണുന്നേ? രാഹുൽ ഈശ്വരോ, കൊള്ളാം മക്കളെ. ഈ പേരുകളെല്ലാം കണ്ട് നോം ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ആരാ രാഹുൽ ഈശ്വർ? നമ്മുടെ മലയാളി ഹൗസിന്റെ വിന്നർ കൂടിയാണ് കേട്ടോ. ഒരു കമന്റേറ്റർ ആണ് നമ്മുടെ രാഹുൽ ഈശ്വർ. പലപ്പോഴും നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള പേരാണ് ഈ രാഹുൽ ഈശ്വർ. ദേ കിടക്കണു പുള്ളി. വരുമോ? എന്താച്ചാ നമുക്ക് നോക്കാം. അപ്പൊ പറഞ്ഞു വന്നത് എന്താച്ചാ ഇപ്പൊ നമ്മൾ കുറേ പേരുകൾ പറഞ്ഞിരിക്കുന്നു. ഇനിയും നമുക്ക് പറയാനായിട്ടുണ്ട്. നമുക്ക് വീണ്ടും കുളിക്കാട്ടോ കുട്ടികളെ. കുലുക്കി നോം ഒന്നത് എടുത്തിരിക്കുന്നു. ഇതാരാണെന്ന് നമുക്ക് നോക്കാം. കുടുക്ക ഒരിക്കലും കള്ളം പറയത്തില്ല. കുടുക്കയിൽ വരുന്ന കാര്യങ്ങളെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ആരാന്ന് നമുക്ക് നോക്കാം. ജിയോ ജോസഫോ? നമ്മുടെ സ്വന്തം ജിയോ മച്ചാനോ? കൊള്ളാട്ടോ. അത് എവിടെ ജിയോ മച്ചാന്റെ ഫോട്ടോ? എവിടെ? ദേ കിടക്കണു. ഇവിടെ വന്ന് കിടക്കണോ കൊച്ചു കള്ളൻ? അപ്പോ നീ ബിഗ് ബോസിലേക്ക് വരുവാണല്ലേ ജിയോ മച്ചാനെ? അപ്പൊ പൊളിക്കാട്ടോ. നോക്കാം. നോമിന്റെ മനസ്സ് ഒരിക്കലും കള്ളം പറയില്ല. ബിഗ് ബോസ് എന്ന് ചിന്തിച്ച് നിൽക്കുന്ന നോമിന്റെ മനസ്സാണേ. ബിഗ് ബോസ് ജ്യോതിഷമാണ്, ഒരിക്കലും തെറ്റാവത്തില്ല. നമുക്ക് നോക്കാം. അടുത്ത് നമുക്ക് ഇനി കുളിക്കാനുണ്ട് കുട്ടികളെ. നോക്കിയാലോ? ഒരു കാർഡ് കൂടി ഞാൻ എടുത്തിരിക്കുവാണേ. ഈ കാർഡിലെടുത്ത് ആരുടെ പേരാണെന്ന് നോക്കാം. ആരുടെ പേരാണാവോ?
ശ്രീലക്ഷ്മി അറക്കലോ, ഭഗവതിയേ. നോമിന് കണ്ടന്റിന്റെ ചാകരയായിരിക്കും ശ്രീലക്ഷ്മി അറക്കൽ വന്നാൽ. ടീച്ചറാണ്, ഫെമിനിസ്റ്റ് കൂടിയാണ്. നോമിന്റെ ചിന്താഗതിക്കൊക്കെ എതിരായിരിക്കോ ഈ കുട്ടി? ദേ ശ്രീലക്ഷ്മി അറക്കല്. ഈ പുള്ളി വന്നാൽ എങ്ങനെ ഉണ്ടാവും ഒന്ന് പറയട്ടോ കുട്ടികളെ. ഇനി നമുക്ക് കുറച്ച് കാർഡുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ, കുറച്ച് അവസരങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ വേഗത്തിൽ നമുക്ക് കുലുക്കി അടുത്ത് വീണ്ടും ഒരു നീലക്കാർഡ് തന്നെ നമുക്ക് അങ്ങോട്ട് എടുക്കാം. എന്താ ഇനി നമുക്ക് നോക്കാട്ടോ ആരാണ് ഇതിനുള്ളിൽ നിന്ന്. പ്രിയങ്ക അനൂപോ. ഇത് നോമിന് പറ്റിയ ആള് തന്നെ, നോമിന്റെ ചിന്താഗതിയൊക്കെ ഉള്ള ഒരാള് തന്നെയാ പ്രിയങ്ക അനൂപ്. എവിടെയാ ആരാ പ്രിയങ്ക അനൂപ്? നമ്മുടെ മികപ്പെരിയ ആക്ട്രസ് ആണ്, ഒത്തിരി സിനിമകളിലൊക്കെ ഉണ്ട് നമ്മുടെ പ്രിയങ്ക. അതേ പ്രിയങ്ക കിടക്കണോ, നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ പറഞ്ഞിട്ടുള്ള പേരല്ലേ പ്രിയങ്കയുടെ. അപ്പൊ പ്രിയങ്കയും വരികയാണെന്നാ നോമിന്റെ മനസ്സ് പറയുന്നേ. അടുത്ത ആരാണെന്ന് നമുക്ക് നോക്കിയാലോ. കുറെ നേരമായി നീല പിടിച്ചോണ്ടിരിക്കുന്ന കളർ മാറ്റാം. ഈ കളർ ഓക്കെ. ഇതിനകത്ത് ആരാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഞെട്ടാനുള്ള പേരുകൾ വല്ലതും ഉണ്ടോ? വിശ്വാദേവ്, അതായത് നമ്മുടെ വിശ്വ മ്യൂസിക്. അപ്പൊ നീ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഉസ്താദൊക്കെ കയറി വരുന്നുണ്ട്. ഉസ്താദും പള്ളിയിലച്ഛനും എല്ലാം കൂടി കയറി വരുന്നുണ്ട്. കയ്യിൽ നിന്ന് പോകാതെ നോക്കണം. എവിടെയാണാവോ വിശ്വാദേവ്? എൻ്റെ ഭഗവതിയെ കാണുന്നില്ലല്ലോ. നോം വിശ്വാദേവിന്റെ ഫോട്ടോ എടുത്തില്ലേ? ഓ എവിടെയാ? കിട്ടി മക്കളെ, കിട്ടി. കുട്ടികളെ ദേ കിടക്കണോ വിശ്വാദേവ്, അതായത് നമ്മുടെ വിശ്വ മ്യൂസിക്. അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് ഒരെണ്ണം കൂടി എടുക്കാം അല്ലേ? കുറേ നേരമായി നമ്മൾ കുറേ എടുക്കണു. ഒരെണ്ണം കൂടി നമുക്ക് എടുത്ത് ഈ പരിപാടി എങ്ങനെ നിർത്താം. എന്ത് പറയണു? അപ്പം എൻ്റെ കുടുക്ക ഇന്നത്തെ ദിവസം ഞാൻ ദാ തിരിച്ചു വെക്കുവാണ്. ഇതിലുള്ള എല്ലാ പേരുകളും വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് നോക്കാം ഇതിനകത്ത് ആരൊക്കെയാ വരാൻ പോണേന്ന് നമുക്ക് തന്നെ കണ്ടുപിടിക്കാം കേട്ടോ. ഭാമയോ, കോലക്കുഴൽ വിളി കേട്ടോ. എനിക്കിഷ്ടായിരിക്കണു. നമുക്ക് നോക്കാട്ടോ. എവിടെയാ ഭാമ? ദേ കിടക്കണു ഭാമ. ദേ ഭാമ. അറിയില്ലേ നിങ്ങൾക്ക് കുട്ടികളെ? അപ്പൊ ഭാമയും വരുവാണല്ലേ. അപ്പൊ നമ്മൾ എല്ലാ പേരും പറഞ്ഞോട്ടോ. പറഞ്ഞാവോ? ശ്രീലക്ഷ്മി അറക്കലിന്റെ പേരുകൾ പറഞ്ഞു, അത് നമ്മുടെ മനസ്സിൽ നിന്ന് വന്നു. രാഹുൽ ഈശ്വറിന്റെ പേര് വന്നു. റിനി ആൻ ജോർജിന്റെ പേര് വന്നു. പ്രിയങ്ക അനൂപിന്റെ പേര് വന്നു. ജിയോ മച്ചാന്റെ പേര് വന്നു. ഫസ്മിനയുടെ പേര് വന്നു. സിദ്ധാർത്ഥ് പ്രഭുവിന്റെ പേര് വന്നിരിക്കുന്നു. രോഹൻ ലോണയുടെ പേര് വന്നു. അടുത്ത് നമ്മുടെ സോനുവിന്റെ നികേഷിന്റെ പേര് വന്നിരിക്കുന്നു. ആസിഫിന്റെ പേര് വന്നിരിക്കുന്നു. ഭാമയുടെ പേര് വന്നിരിക്കുന്നു. പോയോ? ഭാമയുടെ പേര് വന്നിരിക്കുന്നു. ദെൻ അടുത്ത ആരാ? നമ്മുടെ അദ്രിജ പണിക്കരുടെ പേര് വന്നിരിക്കുന്നു. ദെൻ നമ്മുടെ വിശ്വ മ്യൂസിക്കിന്റെ പേര് വന്നിരിക്കുന്നു. അടുത്ത് നമ്മുടെ വിക്കി തക്കിന്റെ പേര് വന്നിരിക്കുന്നു. ഇനി ഒന്നുകൂടി ഉണ്ട്, തീർന്നിട്ടില്ല മക്കളെ. ഒന്നുകൂടി ഉണ്ട് കേട്ടോ. അവസാന കുലുക്കി എടുക്കാൻ പോവാണ്. ചിത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് തന്നെ ആയിരിക്കും അവസാന കുലുക്ക്. ഒരെണ്ണം കൂടി കുലിക്കല്ലേ? അത് അവിടെ തന്നെ കുലിക്കണോ? ഇപ്പൊ തന്നെ നമുക്ക് കുലുക്കിയേക്കാം. നോക്കട്ടെ ആരാണാവോ ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ആ ഭാഗ്യവതി. ഇത് ഞാൻ കാണിക്കണില്ല കുട്ടികളെ, കുറച്ച് കടന്ന കൈയായി പോയി. അത് മറ്റാരുമല്ല, ഫോട്ടോ കാണിച്ചു തരാം. നമ്മുടെ സ്വന്തം കടൽക്കൊമ്പനാണ് കേട്ടോ. കടൽക്കൊമ്പൻ. നോം ഞെട്ടിത്തെരിച്ചിരിക്കുക. ഇവരൊക്കെയാണോ ബിഗ് ബോസ് 8 വരാൻ പോണേ? എന്തായാലും പൂരം പൊടി പൊടിക്കട്ടെ. ഇവർക്കൊന്നും മറ്റു അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഇവരൊക്കെ കൺഫേം ഒക്കെ ആണെങ്കിൽ ഇവരൊക്കെ ബിഗ് ബോസിലേക്ക് വരട്ടെ. അപ്പൊ നോമിന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ പറയുക. അപ്പൊ അടുത്ത വീഡിയോട്ട് നോം വരാം. ഇനിയും എക്സ്പെക്ടേഷൻ ലിസ്റ്റ് ഒക്കെ ആയിട്ട് വരാം. നോമിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഇതിന് ചിലപ്പോൾ കുറച്ച് പേര് അവസാന നിമിഷം മാറിപ്പോവാം. എല്ലാ വർഷവും അങ്ങനെ മാറാറല്ലേ? നോക്കാം നമുക്ക് കുട്ടികളെ. അപ്പൊ എന്തായാലും നോമിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഈ തിരുമേനി ഈ ഇല്ലത്തുനിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.